ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹത്തായ റമളാനിലെ 14-ാമത്തെ രാത്രിക്ക് നമ്മൾ സാക്ഷികളാകുന്നു. ഏതൊരു അനുഗ്രഹവും പ്രത്യേകമായി അള്ളാഹു ഒരുക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും മനുഷ്യർ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തതിനാൽ പിന്നീട് ഖേദിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ വ്യക്തി എന്നതും കുടുംബം എന്നതും സമൂഹം എന്നതും ചില ജീർണതകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് സ്വാഭാവികമാണ്. കരുതലും ശ്രദ്ധയുമുണ്ടെങ്കിൽ ജീർണതകളെ അതിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു വചനം, അത് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ ജാമിഇൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. 13 കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയുണ്ടായി. അത് കേട്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ത് എന്നൊരു ജിജ്ഞാസ ഉദിച്ചിരുന്നു. അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പ്രവാചകൻ അനുചരരുടെ മുൻപിൽ പഠിപ്പിച്ചത്. നമ്മളതിലെ പല ഭാഗങ്ങളും പല വിഷയങ്ങളിലും ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇദത്തഖദൽ ഫൈഉ ദുവല, അതിലൊന്ന് പൊതു സ്വത്ത് തോന്നിയ പോലെ കൈകാര്യം ചെയ്യുക. പൊതു സ്വത്ത് എന്നതൊരു രാഷ്ട്രത്തിൻ്റെ സ്വത്ത് എന്ന അർത്ഥത്തിലോ ഒരു സമൂഹം അനുഭവിക്കേണ്ട സമ്പാദ്യം എന്ന അർത്ഥത്തിലോ, അതുമല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്പത്ത്, അത് അവരുടെ കാലശേഷമാണ് ക്രയവിക്രയത്തിന് മക്കൾക്ക് അവകാശം ഉണ്ടാവുക. അതുവരെയും മക്കൾക്ക് അനുഭവിക്കാൻ ഇവരുടെ അനുവാദം ഉണ്ടാകണം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി എന്ന ഏറെ പ്രസിദ്ധമായ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ചുമതലകളുണ്ട്. അത് പടച്ചവൻ ഏൽപ്പിച്ചതാണ്. അത് ഓരോ ഘട്ടത്തിൽ, യുവാവായിരിക്കുമ്പോൾ, വിവാഹിതനായി കഴിഞ്ഞാൽ, കുട്ടികളുണ്ടായാൽ, പേരക്കുട്ടികളുണ്ടായാൽ, അങ്ങനെ ഓരോ സ്റ്റേജ് മാറും. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ ചുമതലകൾ നിറവേറ്റുവാൻ രക്ഷകർത്താക്കൾക്ക് ബാധ്യതയുണ്ട്. അത് നിറവേറ്റിയോ ഇല്ലയോ എന്ന് ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദ്യം ചെയ്യും. അപ്പൊ ഹിസാബിലെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രസിദ്ധമായ, ഏതാണ്ട് സുനനിന്റെ എല്ലാ ഹദീസ് കിതാബുകളിലും ഉദ്ധരിച്ച, ഇമാം മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു 3 വിഭാഗം ആളുകളെ നോക്കുകയോ അവരോട് മഹ്ശറയിൽ റഹ്മത്ത് കാണിക്കുകയോ ചെയ്യുകയില്ല. മറിച്ച് അതികഠിനമായ ശിക്ഷ അവർക്കുണ്ടാവും. നബിയുടെ ഈ വചനം കേൾക്കുമ്പോൾ സഹാബികൾക്ക് ഒരു കൗതുകമാണല്ലോ, ആരാണത്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഭാര്യയെ
നോക്കാതെ ഇട്ടേച്ചു പോയ ഭാര്യയെയും മക്കളെയും നോക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഇട്ടേച്ചു പോയ ഒരു മനുഷ്യൻ. രണ്ടാമത് നബി അതിനോട് ചേർത്ത് പറഞ്ഞത് ഭർത്താവിനെയും മക്കളെയും നോക്കാതെ സ്വന്തം ജീവിത സൗകര്യവും ആസ്വാദനവും തേടി പോയ ഒരു ഭാര്യ. ഇത് രണ്ടും ഈ വർത്തമാന കാലത്ത് ഈ ജീർണതകൾ എങ്ങനെ എന്ന് ചോദിച്ചാൽ അതൊന്നും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല. ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യമാണ് അതിൻ്റെയൊക്കെ കർത്താവായി വരിക. വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് കത്തുപാട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ അബൂദാബിയിൽ നിന്ന് ഭർത്താവ് തിരിച്ചെഴുതുന്ന മറുപടിയിൽ എത്ര കൃത്യമായിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അവസരം അത് തെറ്റായ കാര്യത്തിൽ ഉപയോഗിക്കാൻ മനുഷ്യന് ജിജ്ഞാസ വരും. ഇബ്ലീസ് അവൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും, പ്രേരണ ചൊലുത്തും. അത് മനസ്സിൽ നിന്ന് തൂത്താലും മായ്ച്ചാലും പോവില്ല. അതാണ് ഇബ്ലീസിന്റെ ഒരു പ്രത്യേകത. സൂറത്ത് അൻആം ഖുർആൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇതിനകത്ത് 13 കാര്യമാണ്. നമുക്കിന്നൊരു വിഷയം പറയാൻ പോലും സമയം കിട്ടില്ല. ലൗ മന്നിയന്നഹു, ഞാൻ അവരുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കും. എത്ര വാക്ക്, എത്രയോ വിവരണത്തിന് വിധേയമാണ് ആ പദം. മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു തോന്നൽ, ആ തോന്നലുകൾ പരസ്പരം ബന്ധങ്ങളുള്ളതാകണമെന്നില്ല, ആവശ്യമുള്ളതുമല്ല. ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ മനസ്സ് അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വിഷയത്തിൽ. വലവു മന്നിയന്നഹും, എന്നിട്ട് അള്ളാഹു ആ ആയത്തിൽ പഠിപ്പിച്ചത് വലയു ഹവ്വിഫന്നഹും, തോന്നലുകൾ മാത്രമല്ല, അതിൻ്റെ വിശദാംശങ്ങളിൽ ആ മനുഷ്യന്റെ മനസ്സിൽ ഭയം ജനിക്കും. അതങ്ങനെ ചിന്തിക്കാവോ, ഇങ്ങനെ പോകാവോ, മിണ്ടാവോ, ഫോൺ എടുക്കാവോ, ചാറ്റ് ചെയ്യാവോ, അതിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങളുണ്ടല്ലോ. അങ്ങനെ ഭയം ജനിച്ചാൽ എന്താ സംഭവിക്കുക? അത് തഫ്സീർ തൻതാവിയിൽ, ജവാഹിർ തൻസീലില്, അത് സയന്റിഫിക്കായിട്ട് ഖുർആനിൻ്റെ വിശദീകരണം 30 ജുസീനും എഴുതിയൊരു 30 വാള്യമുള്ള ഒരു വലിയ തഫ്സീറാണ്. ഈ ഭയം മനസ്സിൽ വന്നാൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ, അത് കാഴ്ചയും കേൾവിയും ചിന്തയും ഒക്കെയാണല്ലോ, അത് രുചിയും വാസനയും വരെ അതിനെ കാര്യമായി ബാധിക്കും. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല പിന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യത്തിനും കണ്ണില്ല എന്ന് കാർന്നവന്മാർ പറയാൻ കാരണം. കണ്ണില്ലാഞ്ഞിട്ടല്ല, കാണാൻ കഴിയില്ല, അതാണ്. അത് ആലോചിക്കുകയുമില്ല, അതിനങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, വെറുതെ തോന്നലുണ്ടാക്കും, ഭയം ജനിപ്പിക്കും. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ അവനെ ആ കയറ് ഇബ്ലീസിന്റെ കയ്യിലായിരിക്കും. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ഒന്നൊന്നിനോട് ബന്ധിപ്പിച്ച് നബിയുടെ വചനങ്ങൾ ഖുർആൻ വചനങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങൾ അതിനകത്ത് അടങ്ങുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇപ്പൊ കടിഞ്ഞാൻ ഇബ്ലീസിന്റെ കയ്യിലാണ്. വല ആമുറന്നഹും, ഇനി ഞാൻ അവന് സജഷൻ കൊടുക്കും, നിർദ്ദേശം ഞാൻ കൊടുക്കും. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും, എന്ത് ചെയ്യണ്ടെന്നും പറയും. അതനുസരിച്ച് പിന്നെ അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. സഹീഹുൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസ് ഉണ്ട്, എങ്ങനെയാണ് ജീർണത ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതിന്റെ ഒരു മറുപടി അതുകൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത് ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ കണ്ണുകൊണ്ട് കാണുകയാണ്.
അപ്പൊ എന്തെങ്കിലും ഒന്ന് കണ്ടു, അത് നവർ മൈൻഡായിട്ട് തള്ളിക്കളഞ്ഞാൽ മതി. പക്ഷേ അവന്റെ മനസ്സ് അത് ആഗ്രഹിക്കും. മനസ്സാഗ്രഹിക്കുമ്പോൾ അവന്റെ കാലുകൾ ചലിക്കും, കൈകൾ ചലിക്കും. അങ്ങനെയാണ് അവിഹിതങ്ങൾ ഉണ്ടാവുക. ബുഖാരിയിൽ വന്ന ഒരു ഹദീസിന്റെ ആശയം, അതിന്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പൊ പൊതുമുതലിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് മാതാപിതാക്കളിലേക്ക് വന്നപ്പോൾ കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്രയും ഇങ്ങനെ പോയത്. അപ്പൊ കുടുംബത്തെ നോക്കാത്ത രക്ഷകർത്താക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കൂല. മക്കളും ഭർത്താവും ഉണ്ടായിരിക്കെ യാതൊരു പരിഗണനയും നൽകാതെ തന്നിഷ്ടം പ്രവർത്തിക്കുന്ന ഭാര്യയുണ്ട്. ഇവർക്ക് ഖിയാമത്ത് നാളിൽ ലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അങ്ങനെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച വാക്ക്. അത് വളരെ ഗൗരവമുള്ളതാണ്. ആ ഹദീസിൽ മാതാപിതാക്കളുടെ സമ്പത്ത് മക്കൾ എടുക്കണമെങ്കിൽ അത് അനുവാദം ഉണ്ടാകണം. അനുവാദം ഇല്ലെങ്കിലോ കുറ്റകരമായ ഒരു പ്രവൃത്തിയായി മാറും. അത്ര കൃത്യമായി ആ ധനത്തെ സംബന്ധിച്ച് ഈ പൊതു സ്വത്ത് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ ഇത്രയധികം വിശദീകരണത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പൊ ജീർണതയുടെ ഏറ്റവും പ്രധാനം പൊതുമുതൽ തോന്നിയ പോലെ കൈകാര്യം ചെയ്യുകയും ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടല്ലോ, എന്തിനാണെന്നറിയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഹദീസിൽ താക്കീത് നൽകിയത്. വളരെ ശ്രദ്ധയോടെ. ഈ റമളാനിലെ ഒരു ഗുണമുണ്ട്, ഖുർആൻ മാത്രമല്ല, ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലെ ചരിത്രമുണ്ട്. ഇതെല്ലാം ക്രമേണ ഒരു പേജെങ്കിലും വീതം വായിച്ചാൽ നമ്മുടെ ഇസ്ലാമിക ധാരണ തിരുത്തൽ മാത്രമല്ല, ഒരു വലിയ ലോകത്തേക്ക് നമ്മൾ ഉയരുന്നതായിട്ട് തോന്നും. കാരണം അറിവുണ്ടാകുമ്പോൾ ഒരു ഗുണം അതാണ്. അതങ്ങനെ ശ്രമിച്ചു നോക്കുക. റഹ്മാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബാദികൾ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. ഈ റമളാൻ അനുകൂല സാക്ഷിയായി ഖിയാമത്ത് നാളിൽ നമുക്ക് അള്ളാഹു ഹാജരാക്കി തരുമാറാകട്ടെ. ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും നമ്മളുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്നും കെടുതികളിൽ നിന്നും അവരെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നജ്ജിനാ മിമ്മാ നഖാഫു വനഹ്ദർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.